ഹായ്ഡ മക്കളെ, എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ EVS പരീക്ഷ? അടിപൊളിയല്ലേ? സെറ്റല്ലേ? ഉഷാറല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇന്ന് നടന്ന ചോദ്യപേപ്പറാണ്. റെഡിയാടാ, നോക്കാൻ പോവാണ്. സെറ്റല്ലായിരുന്നു പരീക്ഷ. നാളെ വരുന്ന അറബിക്ക് പരീക്ഷ, അതേപോലെ തന്നെ മലയാളം പരീക്ഷ, ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻറ്റ് പാർട്സ്, ചോദ്യപേപ്പർ, ഈ സാധനങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പോയി കണ്ട് സെറ്റാക്കി പഠിക്കാം. പിന്നെ ലൈക്ക് ചെയ്യാത്തവർക്ക് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കണം, സ്റ്റാറ്റസ് വെക്കണം, ഷെയർ ചെയ്യണം, അതൊക്കെ ചെയ്യണേ. ഓക്കെ ബൈ. റെഡി. ഇനി ബട്ടർഫ്ലൈസ് ആണ്. ബട്ടർഫ്ലൈസ് ആർ ഡിഫറെൻറ്റ് in their colors and designs. Here in an outline of a butterfly, color നമ്മുടെ ഈ ഒരു ബട്ടർഫ്ലൈക്ക് കളർ കൊടുക്കാൻ വേണ്ടി പറയണം. ഓക്കെ റെഡി, അത് കഴിഞ്ഞു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. The butterflies in our locality have different names. Write the names of a butterfly you have seen. നമുക്ക് അറിയുന്ന ബട്ടർഫ്ലൈൻ്റെ ഒരു പേര് എഴുതാൻ വേണ്ടിയിട്ടാണ് മക്കളെ. നമ്മളൊരുപാട് ബട്ടർഫ്ലൈൻ്റെ പേരുകൾ നമ്മൾ പഠിക്കുന്നില്ലേ, അതിലേതെങ്കിലും ഒന്നിൻ്റെ പേര് എഴുതിയാൽ മതി. റെഡി. ഇനി അടുത്ത് നോക്കൂ, ഇത് ബട്ടർഫ്ലൈൻ്റെ ഒരു സൈക്കിളാണ്. ഇത് നമ്മളോട് ഫില്ല് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. എഗ്ഗ്, ലാവ, പ്യൂപ്പ, ബട്ടർഫ്ലൈ. ഓക്കെ ആണോ? സെറ്റാണോ? കഴിഞ്ഞു അല്ലേ? അത് കഴിഞ്ഞ് അടുത്തേക്ക് നോക്കൂ. ചിൽഡ്രൻ ബ്രോഡ് സം പ്ലാന്റ്സ് എക്സ്പാൻഡ് ദ ബട്ടർഫ്ലൈ പാർക്ക് ഇൻ ദ സ്കൂൾ. ഹെൽപ്പ് മിത്ര പ്രിപ്പയർ ദ ഹരിത കാർഡ് ഗ്യാതറിംഗ് ഇൻഫർമേഷൻ ഓഫ് ഇലമുളച്ചി ആൻഡ് കറി ലീഫ് പ്ലാന്റ്സ്. അപ്പോൾ ഇവിടെ ഇലമുളച്ചിൻ്റെയും കറിവേപ്പിലിൻ്റെയും സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമതായിട്ട് നമുക്ക് നോക്കാം. ഇലമുളച്ചീൻ്റെ കാറ്റഗറി വരുന്നത് അല്ലേ ഔഷധിയാണ് അല്ലേ, ഹെർബാണ്. അവിടെ ടിക്കറ്റ് നോക്കണ്ട, ഹെർബാണ് വരുന്നത്, ഔഷധിയാണ്. അതേപോലെ തന്നെ അതിൻ്റെ പാർട്സ് യൂസ്ഡ് ഫോർ പ്ലാന്റിങ് എന്ന് പറയുന്നത് ഇലയാണ്, ലീഫാണ്. അതേപോലെ തന്നെ ഫീച്ചേഴ്സ് ഓഫ് ദ ലീഫ് എന്ന് പറയുന്നത് ഇലയുടെ അരികിൽ അല്ലെങ്കിൽ പുതിയ തൈകൾ മുളയ്ക്കുന്നു, അതാണ് സംഭവം അല്ലേ. അതിൻ്റെത് സോഫ്റ്റ് സ്റ്റെമ്മാണ്. ഓക്കെ റെഡി, സിമ്പിൾ അല്ലേ? അത് കഴിഞ്ഞിട്ട് അടുത്ത് നോക്കൂ, കറി ലീഫിൻ്റെ പോലെ എഴുതി കൊടുക്കുക, ഏതാണ് കാറ്റഗറി എഴുതി കൊടുക്കുക. അതേപോലെ തന്നെ അതിൻ്റെ ഏത് പാർട്ടാണ് നമ്മൾ അതിന് പിന്നെ പ്ലാന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് എഴുതി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഫീച്ചേഴ്സ് ഓഫ് ദ ലീവ്സ്, അതിന് നമ്മൾ എഴുതി കൊടുത്തത് സ്മെല്ലാണ്, മണമുണ്ട് എന്നാണ് നമ്മൾ എഴുതി കൊടുത്തിരിക്കുന്നത്. റെഡി. ഇനി അടുത്തത് ഫീച്ചേഴ്സ് ഓഫ് ദ സ്റ്റെം എന്ന് പറയുന്നത് ഹാർഡ് സ്റ്റെം ആയിരിക്കും അല്ലേ, കറിവേപ്പിലിൻ്റെ ഹാർഡ് സ്റ്റെം ആയിരിക്കും. റെഡി. അത് കഴിഞ്ഞിട്ട് അടുത്തത് ഇത് നമ്മളോട് പിന്നെ ലൈൻ യോജിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. നമുക്ക് എഴുതി കൊടുക്കാം അല്ലേ. സ്നേക്ക് ആണെങ്കിൽ അത് ക്രോളാണ്, ഫിഷ് ആണെങ്കിൽ സ്വിമ്മാണ്, മാൻ ആണെങ്കിൽ വാക്കാണ്, അതേപോലെ തന്നെ ക്രോ ആണെങ്കിൽ ഫ്ലൈ ആണ്. ഇതൊന്നും ആയിട്ടാ വലിയ സംഭവം ഒന്നല്ലടോ. പിന്നെ ഇവിടെ കൊടുത്തത് റൈറ്റ് ദ ബോഡി ഫീച്ചേഴ്സ് ഓഫ് ദ ഡക്ക് ആൻഡ് ദ ചൈൽഡ് ബേസ്ഡ് ഓൺ ദർ മൂവ്മെൻറ്റ്. അപ്പോൾ ഇവരെ സഞ്ചാര രീതിക്ക് അനുസരിച്ചിട്ടുള്ള ഇവരുടെ ബോഡി ഫീച്ചേഴ്സ് എഴുതാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എഴുതി കൊടുക്കാം അല്ലേ. ഡക്കിനാണെങ്കിൽ അതിൻ്റെ ചിറക്, കാല്, അതേപോലെ തന്നെ ചർമ്മബന്ധിതമായ വിരലുകളൊക്കെയാണ്. മനുഷ്യനാണെങ്കിലോ മടക്കാൻ പറ്റുന്ന കാലുകൾ, അതേപോലെ തന്നെ പരന്ന പാദങ്ങൾ. സിമ്പിളാണ്, ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് അല്ലേ. റെഡി. അത് കഴിഞ്ഞ് നേരെ പോവാണ്. ഒബ്സർവ് ദ ക്രിയേച്ചർ ഗിവൺ ബിലോ, ഐഡന്റിഫൈ ആൻഡ് സർക്കിൾ ദ ഓഡ് വൺ ബേസ്ഡ് മൂവ്മെന്റ്. അപ്പോൾ മക്കളെ അതിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് ഇതിലെ ഓട് വണ്ണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനയും പശുവും ഉറുമ്പും ഒക്കെ നടന്നു തന്നെയാണ് പോവുക. പക്ഷേ ഈ മുതലാന്ന് പറയുന്നത് അത് നീന്തുകയും ചെയ്യും, അതേപോലെ തന്നെ നടന്നു പോവുകയും ചെയ്യും. അപ്പം ഓട് വണ്ണായിട്ട് നമുക്ക് മുതലിനെ, ക്രോക്കഡൈലിനെ നമുക്ക് എന്ത് ചെയ്യാം, റൗണ്ട് ചെയ്യാം. ഓക്കെ. അത് കഴിഞ്ഞിട്ട് അടുത്ത് നോക്കൂ, പ്രൊട്ടക്ഷൻ ഓഫ് പ്ലാന്റ് ആണ്. ഒബ്സർവ് ദ പിക്ചർ. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ദ പ്ലാന്റ്സ് ഫോർ അതർ ലിവിങ് ബീൻസ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. പ്ലാന്റ്സിൻ്റെ ബെനിഫിറ്റ്സ്, അതായത് മറ്റുള്ള ജീവികൾക്ക് പ്ലാന്റ്സ് എങ്ങനെയൊക്കെയാണ് ബെനിഫിറ്റ്സ് ചെയ്യുന്നത്. നമ്മൾ ഒരുപാടെണ്ണം നമ്മൾ പറഞ്ഞതാണ് അല്ലേ. അവർ ഭക്ഷണമാക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഷെൽട്ടർ കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ അവർ കൂട് വെക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. എന്തൊക്കെയോ അതായത് ചിത്രം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. അതൊന്നും വലിയ സംഭവമൊന്നുമില്ലടോ. അത് കഴിഞ്ഞിട്ട് അടുത്ത് നോക്കൂ, ഇത് കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹെർബും അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ട് ഔഷധി, കുറ്റിച്ചെടി, മരം എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോക്കൂ, ഹെർബിൽ നമുക്ക് മുക്കുറ്റി, തുമ്പ, അതേപോലെ തന്നെ വാഴയൊക്കെ അത് കൊടുക്കുന്നു. ഇനി മറ്റേലാണെങ്കിലോ ഷ്രബിലാണെങ്കിലോ ഹിബിസ്കസ്, റോസ്, തുളസി അങ്ങനെ കൊടുക്കുന്നു. ട്രീ ആണെങ്കിലോ ബനിയൻ ട്രീ, മാംഗോ ട്രീ, പ്ലാവ്, അതൊക്കെ അതിൽ പെടുന്നു അല്ലേ. സിമ്പിൾ, ഇതൊന്നും ആയിട്ട് വലിയ സംഭവം ഒന്നല്ലടോ. അത് കഴിഞ്ഞിട്ട് നേരെ നോക്കൂ, ലെറ്റ്സ് പ്ലാന്റ് ആൻഡ് ഗ്രോ അല്ലേ. അപ്പോൾ ഇവിടെ ചെറിയൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ടേബിൾ പ്രകാരം താഴെ നമ്മളോട് നമ്മുടെ ഫൈൻഡിങ്സ് എഴുതാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ ഈ ടേബിൾ പ്രകാരം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു ചെടി വളരുന്നത് അതിൻ്റെ സീഡിൽ നിന്ന് വളരും, അതേപോലെ തന്നെ സ്റ്റെമ്മിൽ നിന്ന് വളരും, ലീവ്സിൽ നിന്ന് വളരും, അതേപോലെ തന്നെ റൂട്ട്സിൽ നിന്ന് വളരും. ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യും, ഒരു ചെടി വളരും അല്ലേ. ഇത് നമുക്ക് അറിയുന്നതാണ്. നമ്മൾ ഫൈൻഡിങ്സ് എഴുതി കൊടുക്കുക. പിന്നെ ഇതിൽ ഏതാണ് ശരിയായത് എന്നുള്ളതാണ് നമ്മുടെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. പീ പ്ലാന്റിൻ്റെതാണ് അല്ലേ. അപ്പോൾ ഇതിലേതാ ശരിയായെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തേതാണ് ശരിയായതെന്ന് എഴുതി നമുക്ക് ടിക്കറ്റ് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ അടുത്തേക്ക് പോവാണ്. ഫെസ്റ്റിവൽ ഓഫ് ഫോറസ്റ്റ് ആണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇതിന് ഇവിടെ കുറച്ച് പിന്നെ പേരുകൾ കൊടുത്തിട്ടുണ്ട്, ആളുകളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അവരുടെ ഭക്ഷണ സാധനങ്ങളും കൊടുത്തിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹെർബിവോസസ്, കാർണിവോസസ്, ഒംനിവോസസ് അല്ലേ. സസ്യ ബുക്ക്, മാംസ ബുക്ക്, മിശ്ര ബുക്ക്. അത് എന്ത് ചെയ്യുക, ഒന്ന് പിന്നെ മാർക്ക് ചെയ്ത് എഴുതുക എന്നുള്ളതേ ഉള്ളൂ. ആന, മാന് ഹെർബിവോസസ് ആണ്. കാർണിവോസിൽ കടുവയും വരുന്നു. ഒംനിവോസസിലാണെങ്കിൽ കാക്കയും കരടിയും വരുന്നു. ഇത് ഈസിയാണ്, സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ക്ലാസിഫൈ ചെയ്ത് എഴുതാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഫുഡിൻ്റെ ഫുഡ് ഹാബിറ്റ്സ് വെച്ചിട്ട് നമുക്ക്
നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി എഴുതാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ്. ഇതൊന്നും നൈറ്റാ വലിയ സംഭവവും കുന്തമൊന്നും അല്ല. അടുത്തതിലേക്ക് നോക്കൂ. ടൈഗറിൻ്റെയും ഈഗിളിൻ്റെയും ബോഡി ഫീച്ചർ എഴുതാൻ എന്തൊക്കെ സിമ്പിളാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പണ്ടൊക്കെ അക്ഷരത്തിൽ ടൈഗറിൻ്റെയും പിന്നെ ഈഗിളിൻ്റെയും ഒക്കെ, ഈഗിളിൻ്റെ ഷാർപ്പ് വിഷൻ ഉണ്ട്, അതേപോലെ തന്നെ ഷാർപ്പ് നെയിൽസ് ആണ് അല്ലേ, അതൊക്കെ ഈഗിളിൻ്റെ പ്രത്യേകതകളാണ് അല്ലേ. അതേപോലെ ടൈഗറിനും അങ്ങനെ തന്നെ സാധനങ്ങളൊക്കെ ടൈഗറിനും ഉണ്ട് അല്ലേ, സെറ്റാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത നോക്ക്, പുട്ട് ക്രോസ് മാർക്ക് അഗെയിൻസ്റ്റ് ദ റോങ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് വിത്ത് ഫ്രോഗിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ളത് ഏതാ, കനോട്ട് ക്യാച്ച് പ്രേ സ്ട്രോക്കിംഗ് ഔട്ട് ദ സ്റ്റിക്കി ടങ്. അതിൻ്റെ പശയുള്ള നാവുകൊണ്ട് അതിന് പിന്നെ എരനെ പിടിക്കാൻ പറ്റൂല, അത് തെറ്റാണ് അല്ലേ. റെഡി, ഓക്കെ. അത് കഴിഞ്ഞിട്ട് നേരെ പോവാണ്. ലെറ്റ് മെഷർ ദ റെയിൻ. എടാ എനിക്ക് ജലദോഷം പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വലിക്കുന്നത്. ലെറ്റ്സ് മെഷർ ദ റെയിൻ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ ഈ റെയിൻ ഗേജ് ആണ്. റെയിൻ ഗേജിൻ്റെ ചിത്രം വരച്ചു കൊടുക്കാനാണ്. എന്തൊക്കെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം എഴുതി കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതിനൊരു ചിത്രം വരച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ചോദിക്കുന്നത് ഈ ഒരു റെയിൻ ഗേജ് നമ്മൾ ഏത് സ്ഥലത്താണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അണ്ടർ ദ ട്രീ ആണോ, ഇൻ എ ഓപ്പൺ പ്ലേസ് ആണോ, ഓൺ എ ഓപ്പൺ പ്ലേസ് വേർ വാട്ടർ ഫോൾസ് ഫ്രം ദ റൂഫ് ആണോ, എവിടെയാണെന്നുള്ളതാണ് നമുക്ക് എഴുതി കൊടുക്കുക. ഇത് നമ്മൾ പഠിച്ചതാണ്, ഇൻ എ ഓപ്പൺ പ്ലേസ് ആണ്. ഇതൊന്നും ഏറ്റവും വലിയ സംഭവമൊന്നുമല്ല. അപ്പോൾ എന്ത് ചെയ്യുക, സെറ്റായിട്ട് ഫുൾ മാർക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടാകുന്ന കാര്യം ഉറപ്പാണ്. സെറ്റാക്കുക. നാളത്തെ പരീക്ഷ, അറബിക് പരീക്ഷയിലും സെറ്റായിട്ട് ഫുൾ മാർക്ക് വാങ്ങാൻ നോക്കുക. അടുത്തുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ. അതിലേക്കും ബൈ ബൈ, ടാറ്റാ. പിന്നെ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ഒക്കെ ചെയ്യണേ.